ശ്രീ എം കെ ഹരിദാസ്, കണക്കുകളിലേക്ക് കൂടി നമുക്ക് വരാം. ദേവസ്വം പ്രസിഡന്റ് പറഞ്ഞതാണ്, ഊരാളുങ്കലിന് കീഴിലെ IIICയുമായി 8 കോടി രൂപയുടെ ധാരണാപത്രം, സംഗമത്തിൻ്റെ 7.4 കോടിയുടെ ബിൽ, ദേവസ്വം ബോർഡ് 4,99,00,000 മാത്രമേ നൽകൂ എന്നറിയിച്ചു. ധാരണാപത്രത്തിൽ 8 കോടി, 7.04 കോടി, 7,40,000 രൂപയുടെ ബില്ല് സമർപ്പിക്കുന്നു. 4.99, 4,99,00,000 മാത്രമേ ഞങ്ങൾ തരൂ എന്ന് തലയെടുപ്പോടെ പറയുകയാണ് ദേവസ്വം ബോർഡ്. ഇതൊക്കെ എങ്ങനെയാണ് സാധ്യമാകുന്നത്? ഈ വിചിത്രമായ മറുപടിക്കാരുടെ കൂട്ടത്തിലേക്ക് പോവുകയാണോ നമ്മുടെ കെ ജയകുമാറും? അല്ലാതെ മറ്റെന്തു പറയാനാണ്? ഞാൻ ജയകുമാറിന്റെ കാര്യം പറയാനായിട്ടും ശ്രീ അനിൽ ഇവിടെ പറഞ്ഞൊരു കാര്യം, CPM-നെ കക്കാനേ അറിയുള്ളൂ, കൃത്യമായിട്ട് അതിന്റെ കണക്കുണ്ടാക്കാൻ അറിയില്ല എന്നുള്ളത്, അതിനോട് പൂർണ്ണമായിട്ട് വിയോജിക്കുകയാണ്. കാരണം ഒരു കരുവന്നൂർ സൊസൈറ്റിയുടെ 400 കോടി രൂപ അടിച്ചു മാറ്റിയിട്ട് കേവലം ഒരു അരവിന്ദാക്ഷൻ, KP അരവിന്ദാക്ഷൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയിലേക്ക് മാത്രം ആ കള്ളത്തരം ഒതുക്കുകയും അവിടെ ചെന്നിട്ട് ഇഡിക്ക് പോലും ഇവരിലെ ഒരു നേതാക്കളെയും അതാത് സമയത്ത് കണ്ടെത്താൻ കഴിയാത്ത വിധത്തിലുള്ള കള്ളക്കണക്കുണ്ടാക്കുകയും ചെയ്തിട്ടുള്ള CPM-നെ സംബന്ധിച്ചിടത്തോളം ഈ 10 കോടി രൂപയ്ക്ക് കള്ളക്കണക്കുണ്ടാക്കാൻ പറ്റാഞ്ഞിട്ടല്ല ശ്രീ അനിൽ അത് സംഭവിച്ചിരിക്കുന്നത്. അത് മിനിഞ്ഞാന്ന് നമ്മുടെ ചർച്ചയിൽ പങ്കെടുത്തിട്ടില്ല പറഞ്ഞില്ലേ, ഇതേ ജനൻ TV-യിൽ പറഞ്ഞില്ലേ, ഏകമായില്ല കൈയിട്ട് വാരിയതിന്റെ കണക്കിൽ എല്ലാവരും ചേർന്ന് നൽകേണ്ട ഒരു കണക്ക് എവിടെയോ ഒരു പാളി പോയിട്ട് അത് വ്യക്തികൾ കൃത്യമായിട്ടുള്ള കണക്ക് ഒരു ഏകോപനത്തോട് കൂടിയിട്ട് ഓഡിറ്റർക്ക് സമർപ്പിക്കാത്തതിന്റെ പേരിൽ പറ്റിയിട്ടുള്ള ഒരു തെറ്റാണ്. അല്ലാണ്ട് ഈ അതാത് പ്രവൃത്തികൾ കൈയിട്ട് വാരാനും ആ കൈയിട്ട് വാരിയതിന് കൃത്യമായ കള്ളക്കണക്ക് ഉണ്ടാക്കാനും CPM പോലെ പരിചയസമ്പന്നനായിട്ടുള്ള ഒരു രാഷ്ട്രീയ പാർട്ടി ഇന്ത്യയിൽ തന്നെ ഇല്ല. കേരളത്തിലെ കാര്യമല്ല, ഇന്ത്യയിൽ തന്നെ ഇല്ല. അപ്പൊ അതുകൊണ്ട് അതിലേക്ക് കടക്കണ്ട. ഇവിടെ ഈ ഇന്നത്തെ ജയകുമാറിന്റെ ഈ പത്രസമ്മേളനം സത്യത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഭക്തരെ ആയാലും നികുതിദായകരെ ആയാലും കൂടുതൽ കൺഫ്യൂഷനിലേക്ക് വലിച്ചഴക്കുകയാണ് ഉണ്ടായത്. ഇതുവരെയ്ക്കും നമുക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ വാസവൻ ഒന്ന് പറയുന്നു, അതിനെ നിഷേധിച്ചിട്ട് പ്രശാന്ത് പറയുന്നു, പ്രശാന്തും വാസവനും പറയുന്നതല്ല ദേവസ്വം ബോർഡിന്റെ മറ്റ് പ്രതിനിധികൾ പറയുന്നത് എന്നുള്ളൊരു അവസ്ഥയായിരുന്നു നമ്മൾ ഇതുവരെ അനുഭവിച്ചേർന്നത്. പക്ഷെ സത്യസന്ധൻ എന്നുള്ള പേരും ഖ്യാതിയുമായിട്ട് പിണറായി വിജയൻ ഇരിക്കാൻ പറഞ്ഞാൽ കിടക്കുന്ന സ്വഭാവമുള്ള ശ്രീ ജയകുമാർ ഇന്ന് വന്നിട്ട് നമുക്ക് തന്നിട്ടുള്ള കണക്കുകളും അദ്ദേഹം പറഞ്ഞിട്ടുള്ള കുറെ വിഡ്ഢിത്തങ്ങളും അങ്ങേയറ്റം അപലപനീയമായി പോയിട്ടുള്ള ഒരു കാര്യമാണ് പറയാനുള്ളത്. കാരണം ഊരാളുങ്കലിന് ഒരു MOU ഉണ്ട്, മെമ്മോറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിങ്ങുള്ള ഊരാളുങ്കല് 7,99,00,000 രൂപയ്ക്ക് ഞങ്ങൾക്ക് കരാർ തന്ന സംഗതിക്ക് ഇന്ന് ഇവർ പറയുന്നത് 4,99,00,000 തരുള്ളൂ എന്ന് പറഞ്ഞിട്ട് കോടതിയിൽ പോയി കഴിഞ്ഞാൽ എങ്ങനെയാണ്, എന്തായിരിക്കും കോടതി വിധി? ഊരാളുങ്കലിന് അനുകൂലമായിട്ടുള്ള കോടതി വിധി വരും. ഊരാളുങ്കലെ കോടതിയിലേക്ക് പോകുന്നതൊക്കെ പിന്നീട് ചോദിച്ചു. ഇന്ന് അത് ആ ചോദ്യവും ചോദിച്ചു. IIIC കോടതിയിൽ പോയാലോ എന്ന് ചോദിച്ചപ്പോൾ അങ്ങനെ കരുതുന്നില്ല എന്നാണ് കെ ജയകുമാറിന്റെ മറുപടി. അതായത് ഊരാളുങ്കൽ, IIIC, ദേവസ്വം ബോർഡ്, സർക്കാർ ഇതെല്ലാം ഒരു വട്ടമേശയ്ക്ക് ചുറ്റുമുള്ള കസേരകളാണെന്ന് കെ ജയകുമാർ തന്നെ വിളിച്ചു പറയുന്നു. അത് തന്നെയാണ് പറയുന്നത്. IIIC കോടതിയിലേക്ക് പോവോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് പറയാൻ പറ്റില്ല എന്ന് ജയകുമാറിന് പറയാം. പക്ഷേ പുറത്തുനിന്ന് നോക്കുന്ന, ഇപ്പൊ ഇവിടെ ഒരു അഭിഭാഷകൻ പങ്കെടുക്കുന്നുണ്ട്, അദ്ദേഹത്തിനടക്കമുള്ളവർക്ക് പറയാൻ പറ്റില്ല. ഇവർ പോയി കഴിഞ്ഞാൽ ഇവർക്ക് ഈ പൈസ കൊടുക്കേണ്ടതായിട്ട് വരും. കാരണം ഊരാളുങ്കലിനുള്ള കരാർ ഈ 7.99 കോടിക്ക് പുറമെ 10% അതിനേക്കാൾ കൂടുതൽ ചെലവാക്കാനുള്ള അനുമതി പോലും നൽകിയിട്ടുണ്ട് ഈ സർക്കാർ. അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം ഈ 4.99 കോടിയിൽ ഈ 10% കൂടി സർക്കാരിൽ നിന്ന് ഈ ദേവസ്വത്തിൽ നിന്നും വാങ്ങാനുള്ള ഒരു പഴുതുണ്ടാക്കി കൊടുത്തിട്ടാണ് ഈ MOU സൈൻ ചെയ്തിരിക്കുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഭരണ നേട്ടമായിട്ട് ആഗോള മോഷണ അയ്യപ്പ സംഗമത്തെ ഇവർ വിശേഷിച്ചിട്ടുണ്ട്. അന്ന് വൈകുന്നേരം TV-ക്ക് മുന്നിൽ വന്ന എല്ലാ സഖാക്കളും 27 സംസ്ഥാനത്തെ വെല്ലുവിളിച്ചുകൊണ്ടാണ് സംസാരിച്ചത്. എന്തെന്ന് വേറൊരു സംസ്ഥാനത്തിന് ഇത്തരത്തിലുള്ള ഒരു ആഗോള അയ്യപ്പ സംഗമം നടത്താൻ പറ്റും? കാരണം ആരോ ചോദിച്ചു, തമിഴ്നാടിനും കർണാടകത്തിനും ഒക്കെ അവകാശപ്പെട്ടതല്ലേ ശബരിമലയുടെ പ്രശസ്തി എന്ന് ചോദിച്ചപ്പോഴാണ് ഈ കാര്യം പറഞ്ഞത്. പക്ഷെ ദേവസ്വം ബോർഡ് ഇൻഡിപെൻഡന്റ്, അതായത് ഒരു സ്വയംഭരണാധികാര സ്ഥാപനമാണ്. അപ്പൊ ഇവിടെയാണ് ഞങ്ങളെപ്പോലുള്ളവർക്കുള്ള വിയോജിപ്പ്. എന്താ വെച്ച് കഴിഞ്ഞാൽ ദേവസ്വം കമ്മിറ്റി രൂപീകരിക്കുന്നത് ആരാണ്? അതാത് കാലം കേരളം ഭരിക്കുന്ന സർക്കാരാണ് ദേവസ്വം കമ്മിറ്റിയുടെ ദേവസ്വം ചെയർമാനെയും പുറമെ മറ്റു 2 അംഗങ്ങളെയും നിശ്ചയിക്കുന്നത്. അപ്പൊ ആ സമയത്ത് ആഗോള അയ്യപ്പ സംഗമം വിജയിച്ചു എന്നുള്ള ധാരണയില് ഇത് സർക്കാരിന്റെ നേട്ടമാണ് എന്ന് പറയുന്നവർ തന്നെ ഇതൊരു സ്വയംഭരണാധികാര സ്ഥാപനമാണ്, അവിടെ നടക്കുന്നതിനൊന്നും ഞങ്ങൾ ഉത്തരവാദിയല്ല എന്ന് പറഞ്ഞ്
കൈ കഴുകുന്നത് ഒരു മൂന്നാംകിട രാഷ്ട്രീയത്തിന്റെ ഭാഗമായിട്ടേ കാണാൻ സാധിക്കുള്ളൂ. ഇതിന്റെ പരിപൂർണ ഉത്തരവാദിത്വം സംസ്ഥാന സർക്കാരിനാണ്. കാരണം സംസ്ഥാന സർക്കാർ നിയോഗിക്കുന്ന വ്യക്തിയാണ് അവിടെ ചെയർമാനായും അതുമായി തന്നെ മറ്റു 2 നോമിനികളായും വരുന്നത് എന്നുകൊണ്ട് തന്നെ ഇതിന്റെ പരിപൂർണ ഉത്തരവാദിത്വം സംസ്ഥാന സർക്കാരിനാണ്. കേരളം കണ്ട ഏറ്റവും മോശം മുഖ്യമന്ത്രിയാണ് താൻ എന്ന് തെളിയിച്ചിട്ട് അദ്ദേഹം ഇവിടെ നിന്ന് പടിയിറങ്ങുമെന്ന് പിണറായി വിജയന്റെ വാശി പോലെ തോന്നും. കേവലം ഒരു ചെറിയ സമയത്തിനുള്ളിൽ ഇത്തരത്തിലൊരു ആഗോള അയ്യപ്പ സംഗമം നടത്തിയിട്ട് 500 പേർ പോലും പങ്കെടുക്കാത്ത ഒരു സംഗമത്തിൽ 5000 പേർ പകൽ ഭക്ഷണവും 4000 പേർ രാത്രി ഭക്ഷണവും കഴിച്ചു. 150 പേർക്കുള്ള കിടക്ക വാങ്ങി, 450 പേർക്കുള്ള അയ്യപ്പ വിഗ്രഹം അടക്കമുള്ള കിറ്റ് വാങ്ങി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കണക്ക് കാണിക്കുമ്പോൾ കൃത്യമായിട്ട് ഇത്തരത്തിലുള്ള ഒരു അയ്യപ്പ സംഗമം നടത്താൻ പറ്റാത്ത ആൾക്കാരാണ് മൂന്നാമത്തെ ഭരണത്തിന് കോപ്പ് കൂട്ടുന്നത് എന്ന് പറയുമ്പോൾ ഇവിടുത്തെ ജനങ്ങൾ മൂക്കത്ത് വിരൽ വെച്ച് പോവുകയാണ്. കാരണം യാതൊരു കഴിവും ഈ പിണറായി വിജയൻ ഇത്തരം കാര്യങ്ങളിലില്ല. കേവലം ഊതി വീർപ്പിച്ച ഒരു ബലൂണാണ് അദ്ദേഹം. ആ ബലൂണിലെ കാറ്റ് പോകുമ്പോഴൊക്കെ അദ്ദേഹത്തിന് ഉദയസൂര്യനായിട്ടും അദ്ദേഹത്തിന്റെ പാദസ്പർശനമേറ്റ മണ്ണ് പവിത്രമായിട്ടും അദ്ദേഹം കഴിഞ്ഞാൽ കരിഞ്ഞു പോകുമെന്ന വാക്കുകളൊക്കെ കൂട്ടിയിട്ടുള്ള ക്യാപ്സ്യൂൾ ഇറക്കിക്കൊണ്ട് ഈ സഖാക്കൾ ഊതി ഉറപ്പിച്ചിട്ടുള്ള കേവലം ഒരു കഴിവുമില്ലാത്തൊരു വ്യക്തിയാണ് ഈ പിണറായി വിജയൻ എന്നുള്ളതിന്റെ അവസാന ഉദാഹരണമാണ് ഈ ജയകുമാറിനെ അവിടേക്ക് അയച്ചുകൊണ്ട് ഇത്തരത്തിലൊരു നാടകം നടത്താനുള്ള പ്രേരണയായിട്ടുള്ളത്. ഇവിടെ കോടതിയിൽ 45 ദിവസം പറഞ്ഞിട്ടുള്ള കണക്ക് സമർപ്പിക്കാമെന്ന് പറഞ്ഞിട്ടുള്ള കോടതിയിലെ ഇപ്പൊ 45 കഴിഞ്ഞിട്ട് ഇവിടെ ശ്യാംജിത്ത് പറഞ്ഞു 120 ദിവസമായിട്ടും കൃത്യമായ ഒരു കണക്ക് നൽകാനായിട്ടില്ല. ആരാണ് ഈ ഓഡിറ്റർക്ക് ഈ കണക്ക് നൽകിയത്? ഇപ്പൊ ഓഡിറ്റർ പറഞ്ഞതിൽ തെറ്റുണ്ട്, ഓഡിറ്റർ പറഞ്ഞത് തിരുത്തേണ്ടതായി വരുമെന്ന് ജയകുമാർ പറഞ്ഞതിനെ നമുക്ക് ആ മുഖവിലയ്ക്ക് എടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ ഓഡിറ്റർ ഹൈക്കോടതിയിൽ സമർപ്പിച്ച കണക്കിനുള്ള ചുറ്റുവട്ടം, അതായത് ഈ കണക്കുകൾ ആരാണ് ഈ ഓഡിറ്റർക്ക് സമർപ്പിച്ചത്, എന്തിനായിരുന്നു ഇത്ര തെടുക്കപ്പെട്ടിട്ട് ഈ ഓഡിറ്റർക്ക് ഈ കണക്കുകൾ സമർപ്പിച്ചിട്ട് അത് ഹൈക്കോടതിയിൽ ഹാജരാക്കാൻ വേണ്ടി തെടുക്കപ്പെട്ടത്? അപ്പൊ കപ്പലിൽ തന്നെ കള്ളൻ ഉണ്ടോ? ഇവർക്കെതിരായിട്ട് പ്രവർത്തിക്കുന്ന ആരെങ്കിലും ചേർന്നാണോ ഇത് ചെയ്തിരിക്കുന്നത് എന്നുള്ള സംശയം പോലും ദേശാഭിമാനി എഴുതിയത് ഈ ഓഡിറ്റർ ചതിച്ചു എന്നാണ്. ഓഡിറ്റർ ഇതിന് പിന്നിൽ കളിക്കുന്നു എന്നാണ് ദേശാഭിമാനി എഴുതിയത്. പക്ഷേ ഇന്നിപ്പോൾ ഉദ്യോഗസ്ഥരുടെ വീഴ്ചയെന്നാണ് കെ ജയകുമാർ പറഞ്ഞത്.